ഗൈസ്, നമ്മൾ മഴയത്ത് ചെനക്കത്തൂർ പൂരം കാണാൻ വേണ്ടി പോവാണ്. ആദ്യമായിട്ടാണ് ഒരു മഴയുള്ള സമയത്ത് പൂരം കാണാൻ പോണേ. സോ ഭയങ്കര എക്സൈറ്റഡ്. നല്ല തണുപ്പാണ് കേട്ടോ. നോർമലി നമ്മൾ പൂരത്തിന് മുമ്പ് ഭയങ്കര ചൂടെടുത്തിട്ട് വേർത്തിട്ടൊക്കെ പോവാം. പക്ഷെ ഇപ്പൊ ഭയങ്കര കാമായിട്ട് ചെറുതായിട്ട് മഴയൊക്കെ ചാറിലൊക്കെ കൊണ്ടിട്ടാണ് ചെനക്കത്തൂർ അമ്പലത്തേക്ക് പോകാൻ തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ നോർമലി നമ്മുടെ ചെനക്കത്തൂർ കാവിക്ക് പോകാനുള്ള സ്ട്രൈറ്റ് റോഡിൽ കൂടെ പോകാൻ പറ്റില്ല ഗൈസ്. കാരണം അവിടെ ബ്ലോക്കാണ്, പോലീസൊക്കെ സീനാണ്. അപ്പൊ ഞങ്ങൾ വേറൊരു ഷോർട്ട് കട്ടിൽ കൂടെയാണ് പോണത്. അപ്പൊ പോയി കഴിഞ്ഞാൽ അവിടെ എത്തുന്നൊന്നും അറിയില്ല. അപ്പൊ നമ്മളിതാ ഏകദേശം അമ്പലത്തിന്റെ അടുത്ത് എത്താനായി. പക്ഷെ ഇപ്പോഴും ചെറുതായിട്ടൊക്കെ മഴയുണ്ട്. അപ്പൊ ഇതാ വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സ്ഥലം കണ്ടപ്പോൾ ഇങ്ങോട്ട് കയറിയതാണ് കേട്ടോ. ഇവിടെ ഒരു അമ്പലമാണ്. അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ വണ്ടി നിർത്തിയത്. വേറെ അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ വണ്ടി നിർത്തിയത്. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ചെനക്കത്തൂർ കാവ് പൂരം കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എത്രത്തോളം ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റും നോക്കാം അല്ലേ. ഓക്കെ, അപ്പം ഞങ്ങളുടെ വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ട് പതിയെ നടക്കാണ് കേട്ടോ. ഞാൻ ഹെൽമെറ്റ് ഊരിയില്ല ഗൈസ്, കാരണം എനിക്ക് ചെറുതായിട്ടൊരു കോൾഡ് ഉണ്ട്. പോരാത്തതിന് ഇപ്പോൾ മഴ ഉള്ളതുകൊണ്ട് ഹെൽമെറ്റ് ഊരിയില്ല. അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ഭയങ്കര തിരക്കുണ്ട്, മഴയുണ്ട്, നല്ല രസമാണ്. പക്ഷെ ഭയങ്കര രസമാണ്. അപ്പോൾ ഇത് നമ്മൾ റീൽസിലൊക്കെ കാണുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. കണ്ട ആമയൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും ഇത്. അപ്പോൾ നമ്മൾ പതിയെ വന്ന് നമ്മുടെ ചെനക്കത്തൂർ ഗ്രൗണ്ടിലെത്തി. അപ്പോൾ അതാ കുറേ കുതിരകളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഫ്രണ്ടിലായിട്ട് ആനകളെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു സൈഡത്തെയാണ്. പിന്നെ ഗ്രൗണ്ടിൽ കയറിയപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ ഇത് ഒരു സൈഡിലത്തെയാണ് കേട്ടോ ഈ കുതിരകളും ആനകളും. ഇതേപോലെ തന്നെ മറ്റേ സൈഡിലുണ്ട്, അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഉണ്ട് കേട്ടോ. ആൻഡ് ഇതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ യന്ത്രയൂഞ്ഞാലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ടാണ് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, കാരണം അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ട് നോക്കാം അല്ലേ. അപ്പോൾ ഇതായിപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഈ കാണുന്നതാണ് അമ്പലം. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അത് അപ്പുറത്തെ ഭാഗത്തുള്ള ടീംസാണ്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലുള്ള കേട്ടോ. അപ്പോൾ രണ്ട് സൈഡായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഇരുട്ടാവുന്നതോറും ഇങ്ങനെ തിരക്ക് കൂടി വരികയായിരുന്നു കേട്ടോ. പിന്നെ ഒരു മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല സുഖമാണ് നിൽക്കാനും, കാരണം അധികം ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും എന്താ യന്ത്രഊഞ്ഞാലിലും പിന്നെ ഗോപുരത്തിലൊക്കെ ലൈറ്റ്സൊക്കെ ഇട്ടു.
അതിമനോഹരമായ ആനപ്പൂരവും ക്ഷേത്രാങ്കണത്തിലെ അല്പസമയത്തിനകം പിന്നെ ഇതാ വേഷങ്ങളിട്ട് ഇപ്പം ഞങ്ങൾ റിട്ടേൺ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി കുറച്ച് നേരമൊക്കെ കണ്ടിട്ട് പിന്നെ ഇത് തിരിച്ചു പോകാൻ കേട്ടോ. കാരണം ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ തിരക്ക് കൂടി വരും. അപ്പോൾ പിന്നെ ചിലപ്പോൾ പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ പിന്നെ പതിയെ ഇങ്ങോട്ട് തിരിച്ചു വന്നു. പക്ഷേ അപ്പോഴും ഇങ്ങനെ ഓരോരോ ടീംസിൻ്റെ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. അധികം നേരം നിൽക്കാൻ നിന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ചെനക്കത്തൂർ പൂരം കാണുന്നത്. എന്തായാലും അടിപൊളി പൂരമായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ ബൈ.